ഓ ഒരു പണിയോ തീർത്തിക്കില്ല. അവൾ അടിച്ചാരതിന്റെ പുറകെ ഒരു 10 ആള് നടക്കണം. ഇത്രയും തുണികൾ ഇവിടെ കിടക്കുന്നുണ്ട്. എന്നാ അന്ന് കോളേജ് ഇല്ല, എന്നാ ഒന്ന് മടക്കി എടുത്തേക്ക. എവിടെ ആ ഫോണും കുത്തിപ്പിടിച്ച് അവിടെ എങ്ങനെ ഇരിക്കുവോള്. ഒരു പണി ചെയ്യൂല. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തന്നെ ആണല്ലോ. എന്നെ പറഞ്ഞാൽ മതി കൊഞ്ചിച്ച് വഷളാക്കിയിട്ടോളെ. എന്തുമ്മ എന്താ പിന്നോ ഞാൻ പറഞ്ഞ കാര്യം തന്നെയല്ലേ. കുറെ നേരം ആയാലും ഈ ഫോൺ പിടിച്ചാൽ കുത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാനല്ല ഇവിടെ കടിച്ചു ആയത് ഇപ്പോ. ശരിക്കണം എന്താണ് എനിക്ക് ഇത്രയും കാട്ട ഇവിടുന്ന് കിട്ടിയത്? അല്ല നിങ്ങൾ അടിച്ചാലും ആ തുണികളൊക്കെ ഒന്ന് മടക്കിയിലാണ് കാലന്മാരെയൊക്കെ അങ്ങ് വെച്ചൂടെ? മകൾ എടുത്താലും കുറ്റ, എടുത്തിരേലും കുറ്റ, എല്ലാം കുറ്റ. അതിന് ഞാൻ മനപ്പൂർന്ന് എടുക്കാതില്ല. ഓളൊരു തോണ്ടല്. ഞാൻ എനിക്ക് തോന്നല് ഞാൻ അവസാനിപ്പിച്ചുതരാം. പിന്നെ ഉമ്മ താത്ത വിളിച്ചീനു. ആ ഓളെന്നെ വിളിക്കൂ. കെട്ടിച്ചിട്ട് നിക്കണം. അല്ല ഇങ്ങനെ വിളിച്ചിട്ട് കൊടുക്കണമെന്നാണ് കരയാനല്ല നിക്കണം. എന്നാൽ പിന്നെ ഓണ കാര്യം പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് ദേഷ്യമാണല്ലോ. നമ്മുടെ മനസ്സിന് കുറെ പണിയുണ്ട്, നോമ്പാണ്. ആ മേലത്തെ റൂമുകളൊന്നും അടിച്ചു വാരിട്ടില്ല, തുടച്ചിട്ടില്ല. അതൊക്കെ ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ നിക്കണല്ലോ. ഞാൻ അവിടുത്തെ വേലക്കാരിയോ? കൊറേ കരഞ്ഞുമ്മ പാവം. ഇന്നും കാക്ക വന്ന് തല്ലിയോലോ, ഇന്നലെയും തല്ലിയോലോ. പാവ കൊറേ ക്ഷമിക്കുന്നുണ്ട് ഉമ്മ. കുറെ സ്നേഹമുള്ളൂ. ഈ പോള മൈമ പറയാൻ നിൽക്കാതെ പോയിട്ട് അന്നിട്ട് ഞാൻ പറഞ്ഞ പണികളൊക്കെ തീർക്ക്. എന്നിട്ട് ഞാൻ പോയിട്ട് അപ്പുറത്ത് കുറെ പണികളുണ്ട്, നനച്ചുള്ളിയൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഈ എന്റെ പണി എന്താ വെച്ചാൽ നോക്കട്ടോ. ഓള് വലിയൊരാളാണ്. അങ്ങോട്ട് പോ. ഞാൻ അടിച്ചു ആയിരിക്കോളും. അങ്ങോട്ട് പോയിക്കോ. വല്ലാത്തൊരു ഉമ്മ തന്നെ. ഒരു സ്നേഹമല്ലോ ഒന്നുമില്ല. ഇവിടെ വന്ന പിന്നെ ഓളെ കയ്യും കാലും നിർത്തൂല. നിലക്കൊക്കെ ഇട്ട് കയറാനും പറ്റൂല. ഒക്കെ വയസ്സാം കാലത്ത് ഞാൻ തന്നെ കയറണം. ഇതൊക്കെ പിന്നെ ഓളെ തുണിയും കുപ്പായങ്ങളും എല്ലാം ഓരോരോ മൂലൊക്കെ ഉണ്ടാവും. ഈ റൂമൊക്കെ പിന്നെ കേറണ്ട, ഒക്കെ വലിച്ചു വാരിട്ടുക. ഇങ്ങനെ ഫാൻ വെക്കണ്ടോടത്ത് അതും ഇതും വെച്ചിട്ട്, ഫാൻ ആണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നാശമാക്കി ഓരോ വാപ്പ വാങ്ങിക്കൊടുക്കുമല്ലോ. ഞാൻ ഇങ്ങനെ അധ്വാനിച്ചിട്ട് ഓരോന്ന് വാങ്ങി വെക്കുക, ഓരോതൊക്കെ ഇങ്ങനെ കുട്ടിയിലാക്കി നശിപ്പിച്ചിട്ട് ഇതന്നെ അവർക്കൊക്കെ പണി. മിന്നോ ആ താത്ത വന്നു. ആടെ ഞാൻ വന്നു. ഉമ്മ എവിടെ? ഉമ്മ മുകളിലാ. ഞാൻ വിളിക്കണോ? എന്നാ ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ. ഉമ്മ കുറച്ചങ്ങോട്ട് നടപ്പിച്ച് വെച്ചിട്ട് ഒന്ന് മടക്കി കുത്തി വെക്കുക. അത് നോക്കില്ല. ഉമ്മ ഈ വന്നോ? ഇതെന്താ ഓ വന്നിക്കില്ലേ? ഇല്ല, ഞാൻ ഒറ്റക്ക വന്നു. അല്ല എന്റെ പുറപ്പാട് എന്താണ്? എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്കുക. എന്താ എന്റെ പുറപ്പാട്? അല്ല റസിയ, ഇതൊക്കെ ഉണ്ടാവും. ഒരു കല്യാണം കഴിപ്പിച്ച ഒരു പൊരയൊക്കെ കിട്ടാലേ ഇതൊക്കെ ഉണ്ടാവും. ഞാൻ ഇതൊക്കെ അനുഭവിച്ചിട്ട് തന്നെ ഉണ്ടായിരിക്കുന്നു ഇങ്ങോട്ടേക്ക്. അല്ല ഇങ്ങനെ എന്നെ കെട്ടിച്ചിട്ടോടത്ത് ഇങ്ങനെ എന്നെ പൂമാരൊക്കെ സ്വീകരിക്കണമെന്നില്ലേനി. നമ്മളതൊക്കെ കുറച്ചൊക്കെ ഒന്ന് കണ്ടു അറിഞ്ഞൊക്കെ നിക്കണം. വിചാരിക്കുന്ന പോലെ ഒന്നല്ല അവിടെ. എനിക്ക് പറ്റൂല. കെട്ടിയമാരാകുമ്പോ ചിലപ്പോ കുറച്ച് കുടിച്ചു എന്നൊക്കെ വരും. അപ്പൊ അതൊക്കെ ഒന്ന് സഹിച്ചു ക്ഷമിച്ചൊക്കെ നിന്നാലേ മാറാനുള്ളതേ ഉള്ളൂ. അല്ല എന്നും തള്ളു കുടിച്ചോ നിന്ന് തല്ലു ഒക്കെ സഹിച്ച് ഇപ്പൊ പൊരക്കാരും തുടങ്ങിയിരുന്നു ജയിക്കുക. അല്ല ഈ വിചാരിച്ചാല് തീരാത്തൊന്നല്ലല്ലോ അത്. അനക്ക് നോക്കി കണ്ടു നിന്നാലേ ഒക്കെ മാറ്റാനുള്ളത് തന്നെ ഉള്ളൂ.
ശരിയായിട്ടുണ്ട്. ഈ ഇപ്പൊ കൊറേ കഥയൊന്നും പറയാൻ നിൽക്കണ്ട. ഇങ്ങോട്ട് വന്ന് വല്ല ചോറും കറി തിന്നിട്ട് ഞാൻ ചോറും കറിയൊക്കെ അവിടെ ആക്കി വെച്ചിരിക്കുന്നു. അത് തിന്നിട്ട് അങ്ങോട്ട് പോവാൻ നോക്കും. താത്ത പോണ്ട താത്ത, ഇവിടെ നിന്നോളി. വേണ്ട നിന്നോളും പോട്ടെ. നിങ്ങൾക്ക് ആർക്കെൻ്റെ കഥ മനസ്സിലാവില്ല, അതെൻ്റെ വിഷമം അറിയില്ല. നാളെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു വരില്ല. എന്നായിക്കോട്ടെ അമ്മ, ഞാൻ പോവാ. തവണ കണ്ടില്ല അമ്മ, ആ അടിച്ചേ കുത്തിയ പാടുകളൊക്കെ മതി അമ്മ, ഓൾ ഇവിടെ നിന്നോട്ടെ. ഞാനേ ഇവിടെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ രണ്ടാളെയും വളർത്തിയത്. ഓളെ ഞാൻ കെട്ടിക്കാൻ ഞാൻ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാരെ കൈയും കാലം പിടിച്ചിട്ട് എന്നെ കെട്ടിച്ചും വിട്ടത്. ഇനി പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഓരോ മൊത്തം എങ്ങനെ നോക്കാനാ? മനുഷ്യന്മാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട്. താത്താക്ക് വിഷമം ഉണ്ടെങ്കിലേ അങ്ങ് സഹിച്ചാളെ, കുറച്ചൊക്കെ സഹിച്ചൊക്കെ നിക്കണം. ഇത് എപ്പോഴും ഇങ്ങനെ സന്തോഷം തന്നെ ഉണ്ടാവുന്നൊന്നുമില്ല. ഈ മിണ്ടാണ്ട് നിന്നോ. മനുഷ്യ കുറെ കഷ്ടപ്പെട്ടിട്ട് അവരെ കല്യാണം കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്ത്, എന്നിട്ട് പോൾ ഇവിടെ വന്നിരുന്നാല് നാട്ടുകാരോടൊക്കെ ഞാൻ എന്താ പറയാ? അതൊക്കെ വേറല്ല കിട്ടുപോയത്. അല്ല മിന്നോ, ഓളിവിടെ വന്നിരുന്നാല് നാട്ടുകാരോട് ഞാൻ എന്താ പറയാ? എന്താ പറയാ? ഈ അത് ആലോചിക്കണോ? വെറുതെ ഞാനിട്ട് കണക്കണ പറയാൻ നിൽക്കരുത് കേട്ടോ. നിങ്ങൾ കൊറേ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഓള് പോലെ പോക്കണ്ടില്ലേ? ഓള് മനസ്സിൽ എന്തോ കരുതി കൂട്ടിട്ടാ പോയിക്കളേ. എന്തായാലും സംഭവിച്ചിട്ട് പിന്നെ അവിടെ കിടന്ന് കറങ്ങിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. നഷ്ടപ്പെട്ട ഉമ്മ നമ്മക്കേ നഷ്ടപ്പെടാനുള്ളൂ, ഓർക്കൊന്നും നഷ്ടപ്പെടാനില്ല കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല മിന്നോ, എന്റെ വിഷമം കൊണ്ട് പറഞ്ഞാണ്. എന്നിട്ട് ഓള് പോയോ? ഞാൻ പോയി നോക്കട്ടെ. അന്ന പോയി വിളിക്കേ, ഓളതാ പോണേ ഉള്ളൂ. മോളെ മോളെ മോളെ, ഈ പോണ്ട, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കേറ്. ഇല്ലമ്മ, ഞാൻ പോട്ടെ. എൻ്റെ കുട്ടി പോണ്ടാട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു. ഇങ്ങോട്ട് കേറ്, ഇങ്ങോട്ട് കേറി വാ. ഞാൻ ഒരുപാട് അനുഭവിച്ചിരുന്നു. എനിക്ക് അവസാനം സഹിക്കാൻ വയ്യാത്ത കൊണ്ടാണ് ഞാൻ വന്നത്. ഇവിടെ ഇരുന്നോട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ. നാട്ടുകാരൊക്കെ എന്തൊക്കെയാ പറയാന്നറിയില്ലേ, അതിനെ കൊണ്ട് പറഞ്ഞു തരാം. ഞങ്ങളെന്താ തിന്നണേ, അത് തിന്നിട്ട് അനക്കും ഇവിടെ പോകും. ഓരെ ഞാൻ ക്ഷമിച്ചു, പക്ഷെ കാക്കാന്റെ വീട്ടുകാരും കൂടി തുടങ്ങിയപ്പോഴാണ് ഞാൻ വന്നു. എനിക്ക് വെയ്യ, എനിക്ക് ഞാവൂല അവിടെ നിൽക്കാം. ഒന്ന് ആലോചിച്ച് ഇനി വിഷമിക്കണ്ട. കുറെ വിഷമിച്ചില്ലേ, അനുഭവിച്ചില്ലേ. ഇനി അമ്മക്ക് ബാക്കി വരുന്നോടത്ത് വെച്ച് കാണാം. കാര്യം ചെയ്യും, ഈ പോയിട്ട് മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് കുറച്ചേരം കിടന്നുറങ്ങും.